കടിയൻ ചേട്ടനെ പരിചയപ്പെടാനും എന്തോ അത്യാവശ്യം പറയാനും ഷേരുവിൻ്റെ ഒരു ബന്ധു വന്നിട്ടുണ്ട്. പക്ഷേ അധികം സംസാരിക്കാൻ പറ്റില്ല, അകത്ത് മോനിരുന്ന് പഠിക്കുകയാ. അയ്യോ സൂത്ര, ഇവനാണെങ്കിൽ വർത്തമാനത്തിൻ്റെ ആശാനാ. കൂടുതൽ മിണ്ടിയാൽ ആശാന്റെ നെഞ്ചത്തും പുറത്തുമാവും കടിയന്റെ കളരി. കാട്ടുമുത്തപ്പനെ ഓർത്ത് അധികം സംസാരിക്കരുത്. കാട്ടുമുത്തപ്പനെ ഓർക്കാതെ സംസാരിക്കാമോ? കടിയൻ ചേട്ടനെ കാണണമെന്നുള്ളത് എൻ്റെ വളരെ കാലത്തെ ആഗ്രഹമായിരുന്നു. ആ വളരെ കാലം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 50 വർഷം മുമ്പ്. എൻ്റെ മുത്തച്ഛൻ ജീവിച്ചിരുന്ന കാലം. മുത്തച്ഛൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അച്ഛൻ എന്നാ ഉദ്ദേശിച്ചത്, അല്ല അമ്മയുടെ അച്ഛനെ മുത്തച്ഛൻ എന്ന് പറയാറുണ്ടല്ലോ. എൻ്റെ അഭിപ്രായത്തിൽ അച്ഛൻ്റെ അച്ഛനെ മുത്തച്ഛനും അമ്മയുടെ അച്ഛനെ മുത്തമ്മനും വിളിക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ വിളിച്ച ഒറ്റ വിളിക്ക് തന്നെ ആരെയാണ് വിളിച്ചതെന്ന് മനസ്സിലാവുന്ന സൗകര്യം ഉണ്ടല്ലോ. എന്താ കടിയൻ ചേട്ടൻ്റെ അഭിപ്രായം? എൻ്റെ അഭിപ്രായം പറയാം. കടന്നു പോടോ, മോൻ പഠിക്കുന്ന നേരത്താണ് അവൻ്റെ ഒരു മുത്തച്ഛനും മുത്തമ്മനും. ഷേരു, ഞാൻ പരിചയപ്പെട്ട് കഴിഞ്ഞില്ല. മിണ്ടിയിട്ടുള്ള പരിചയം ഇനി വേണ്ട, പോയിക്കോ. ദേവൻ പിന്നെയും വരുന്നു. മിണ്ടിയാലല്ലേ പ്രശ്നം, ആംഗ്യഭാഷയാണെങ്കിൽ പ്രശ്നമുണ്ടോ? ആംഗ്യഭാഷ മനസ്സിലായില്ലെങ്കിൽ എൻ്റെ ഈ ചങ്ങാതി സഹായിക്കും. ആംഗ്യം കുഴപ്പമില്ല, ഒച്ചപ്പാടില്ലല്ലോ. പറയാനുള്ളത് വേഗം പറ, അല്ല കാണിക്ക്. എന്താണോ ഇവനീ കാണിക്കുന്നത്? പറഞ്ഞുതരാം ചേട്ടാ. കൈ ചുമലിന് മുകളിലേക്ക് പൊക്കി വീശിയതിൻ്റെ അർത്ഥം ഇവനേക്കാൾ വളരെ വളരെ ഉയരത്തിലാണ് ചേട്ടനെന്നാണ്. ഉയരത്തിലെന്ന് പറഞ്ഞാൽ അത് ഇവനൊന്ന് വിശദമാക്കുകയും ചെയ്തു. ഇടത്തെ കയ്യിൽ 2 വിരലും വലത്തെ കയ്യിൽ 1 വിരലും പൊക്കി കാണിച്ചതിലൂടെ അതാണ് പറഞ്ഞത്. കടുവയും സിംഹവും 2 വർഗമാണെങ്കിലും ഒരേ കുടുംബത്തിലെ അംഗമാണല്ലോ എന്നാണ് അവൻ ഉദാഹരണ സഹിതം വ്യക്തമാക്കിയത്. ചീഞ്ഞിറച്ചിയുടെ കാര്യം പറഞ്ഞപ്പോൾ അവൻ്റെ മുത്തച്ഛൻ പണ്ട് ചീഞ്ഞിറച്ചി തിന്ന് വയറുവേദന പിടിച്ച് ചത്ത കാര്യം അവൻ ചുരുക്കത്തിൽ സൂചിപ്പിച്ചു. ചീഞ്ഞിറച്ചിയും പുഴുതുന്ന ഇറച്ചിയും ഇറച്ചിയാണല്ലോ എന്ന പരമസത്യമാണ് അവൻ കാണിച്ചത്. ഉദാഹരണമായി നമ്മുടെയൊക്കെ ആഹാരമായി ഇറച്ചിയെ തന്നെ ഇവൻ എടുത്തു. മുത്തച്ഛൻ വയറുവേദന പിടിച്ച് കിടന്ന് ഉരുളുന്ന രംഗം മുത്തച്ഛൻ അഭിനയിച്ച് കാണിക്കുന്നത് കണ്ട ഓർമ്മ വെച്ച് ഇവനും അഭിനയിച്ച് കാണിച്ചു. ചീഞ്ഞിറച്ചി തിന്നാൽ വയറുവേദന പിടിക്കുമെന്ന പാഠം മുത്തച്ഛൻ പറഞ്ഞതെന്താ അവൻ ഓർത്തു. പക്ഷേ ചീഞ്ഞിറച്ചി തിന്നിട്ടും പുഴുവിന് വയറുവേദന പിടിക്കാത്തത് എന്താണെന്ന ബുദ്ധിപൂർവമായ ചോദ്യം ഇവൻ ചോദിച്ചു. അക്കാര്യത്തിൽ കടിയഞ്ചേട്ടൻ്റെ വിലപ്പെട്ട അഭിപ്രായം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം പരിചയപ്പെടുന്ന ചടങ്ങിലേക്ക് കടക്കാമെന്നാണ് ഇവൻ പറയുന്നത്. ആ ചേട്ടൻ്റെ പരിചയപ്പെടൽ കഴിയുന്നവരെ കാത്തു നിൽക്കാൻ അച്ഛൻ പറഞ്ഞു.